ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് ചെയ്യുന്നത് ബോബി പിൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തിട്ട് ഫൗണ്ടേഷനോ കൺസീലറോ ഇതിലേതെങ്കിലും ഒന്ന് എടുത്ത് ഐബ്രോസ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഐസ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കുക. മുകളിലേക്ക് വരച്ചു കൊടുക്കുമ്പോൾ ഐബ്രോസ് എൻഡ് ചെയ്യുന്ന അവിടെ ടച്ച് ചെയ്യരുത്, കുറച്ചൊരു പോർഷൻ വിട്ടിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ വരയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിങ്ഡ് ഐലൈനർ എഴുതേണ്ട ഭാഗത്ത് അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോബി പിൻ എടുത്തിട്ട് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോബി പിൻ്റെ ഏത് സൈഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നീളം കൂടിയ സൈഡ് ഐസിൻ്റെ താഴെയാണ് വേണ്ടത്, നീളം കുറഞ്ഞ സൈഡ് മുകളിലും. അപ്പോൾ നിങ്ങൾ സൈഡ് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനെ എയിം ചെയ്തിട്ട് ബോബി പിൻ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബോബി പിൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്സ് എളുപ്പമാണ്. ജസ്റ്റ് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നോർമലി സ്റ്റാർട്ടിങ് തൊട്ടങ്ങ് എഴുതി കൊടുത്തിട്ട്, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ ഒരു വിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് പൊക്കി വരച്ചു കൊടുത്താൽ അതങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും, കാണാനും അപ്പോൾ കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ലുക്ക് വരും. അത് കഴിഞ്ഞാൽ എൻഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.